ഹായ് ഹലോ. അപ്പം നമ്മളിന്ന് ഒരു ചെറിയ പാർട്ടിക്ക് പോവുകയാണ്. പാർട്ടി എന്ന് പറഞ്ഞാൽ വലിയ പാർട്ടിയൊന്നും അല്ല കേട്ടോ. ചേട്ടൻ്റെ കൂട്ടുകാരന് ഒരു ഗവൺമെൻറ് ജോലി കിട്ടി. അപ്പോൾ അതിൻ്റെ ചെറിയൊരു പാർട്ടിക്ക് പോവുകയാണ്. അപ്പം നമ്മൾ രാത്രിയാണ് പോകുന്നത്, കാരണം എല്ലാവരും ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഈ ഒരു സമയത്താണ് എല്ലാവർക്കും സൗകര്യം. അതുകൊണ്ട് നമ്മൾ രാത്രി എവിടെയെങ്കിലും പോയി ഫുഡ് അടിക്കുന്നു. ഇത് തന്നെയാണ് മെയിൻ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ യാത്ര ആരംഭിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തീരുമാനിച്ചിരുന്നതെന്ന് പറഞ്ഞാൽ കിളിമാനൂർ ഇരട്ടച്ചിറയിലുള്ള ഒരു മാഷ്വി എന്ന് പറയുന്ന ഹോട്ടലിലാണ്. ഫുഡൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഫുഡൊക്കെ ആണെന്നാണ്, നല്ല ടേസ്റ്റൊക്കെ ആണെന്നാണ് പറഞ്ഞ് കേട്ടിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ അവിടെയാണ് പോയത്. പക്ഷേ അവിടെ നമുക്ക് എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ടുള്ള ഫുഡൊന്നും ഇല്ലായിരുന്നു. ആകെ മന്തി, കുഴിമന്തി, ബിരിയാണി ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉള്ളായിരുന്നു. ബെറോട്ടെ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് തിരിച്ചു, കാരണം എല്ലാവർക്കും ബിരിയാണിയോടത്ര കുഴിമന്തിയോടത്ര താല്പര്യം ഇല്ലായിരുന്നു. അപ്പോൾ നമ്മൾ അടുത്തത് വെഞ്ഞാറമൂട്ടിൽ പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ വെഞ്ഞാറമൂട്ടിലോട്ട് യാത്ര തിരിച്ച് നമ്മൾ പോകുന്ന വഴിക്ക് മറ്റേ ആലന്തറയിൽ ഒരു ആലന്തറ മേള എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയോ പ്രോഗ്രാമുകൾ, വലിയ ആർച്ചൊക്കെ കെട്ടി എന്തൊക്കെയോ പ്രോഗ്രാമുകൾ നടക്കിയിരുന്നു. അതിൻ്റെ ലൈറ്റൊക്കെയാണ് ഈ കാണുന്നത്. അങ്ങനെ നമ്മൾ വെഞ്ഞാറമൂട്ടിലൊരു ഹോട്ടലിലെത്തി. പെരി പെരി അൽഫാം മേടിക്കുന്നത്, ഒരു പെരി പെരി അൽഫാം അൽഫാം, ഒരു പെരി പെരി അൽഫാം വന്നിട്ട് വെള്ളം കഴിച്ചു. അല്ല, കുഞ്ഞു ഓർഡർ പറഞ്ഞപ്പോൾ വേറെ കാര്യം കഴിച്ചു. മയോണൈസ് അമ്മ ആരൊക്കെ കാലിട്ട് തുറന്നാണ് കേട്ടോ, ആരൊക്കെ കാലിട്ട് തുറന്നാണ് മേശയുടെ അടിയിൽ കൂടെ പണ്ടിലെ പെണ്ണിനെ തുറന്നു കിടന്ന് ഫുഡൊക്കെ കഴിച്ച് വയറിലൊക്കെ ഫുഡ് കഴിച്ചിട്ട്. പക്ഷേ നമ്മളെല്ലാവരും കൂടെ കഴിച്ചിട്ടും 2000 സംതിങ് രൂപ ആയിട്ടുള്ളൂ. നമുക്കൊക്കെ ലാഭമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. നല്ല ടേസ്റ്റുള്ള ഫുഡൊക്കെ ആയിരുന്നു. വെറൈറ്റി ഫുഡുകളൊക്കെ പരീക്ഷിക്കാൻ പറ്റി. അങ്ങനെ നമ്മളൊരു ഫോട്ടോഷൂട്ട് നടത്തി അവിടെ നിന്ന് യാത്ര തിരിച്ച് വീട്ടിലേക്ക്.